ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. സോ ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. എങ്ങനെയുണ്ട് ലോക്ക്ഡൗൺ ഒക്കെ എല്ലാവരും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമുക്ക് ഒരുപാട് സമയമുണ്ടല്ലേ. ഇപ്പം പഴയ ലോക്ക്ഡൗണിനെ അപേക്ഷിച്ച് ഈ പുതിയ ലോക്ക്ഡൗൺ വരുമ്പോൾ നമ്മളെല്ലാവരും ഒരു എക്യുപ്ഡ് ആണ്. ലൈക്ക് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഈ ലോക്ക്ഡൗണിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പലരും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ചിലരൊക്കെ ലൈഫ് സ്റ്റൈൽ തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. പുതിയ ഒരു റുട്ടീൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും വർക്കൗട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ചിലരൊക്കെ തടി നന്നായിട്ട് കുറയ്ക്കുന്നു, ചിലരൊക്കെ തടി നല്ലതായിട്ട് അത്യാവശ്യം തടി വേണ്ടവർ തടി കൂട്ടുന്നു. അങ്ങനെയുള്ള പല പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കുന്നത് ആണ് നമുക്കിപ്പം യൂട്യൂബ് എടുത്ത് നോക്കിയാലും ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാലും ഒക്കെ കാണാൻ പറ്റുന്നത്. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ഇത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ പോകുമ്പോൾ പോലും അതിനെയൊക്കെ വളരെ ഹാപ്പി ആയിട്ട് വളരെ എൻഗേജ്ഡ് ആയിട്ട് അതിനെയൊക്കെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. എനിവേ ഞാനും ചെറിയ ചെറിയ സെൽഫ് കെയർ കാര്യങ്ങളും നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ ഇപ്പോഴും നമുക്ക് സമയമുണ്ടല്ലോ. എല്ലാവരും പറയും നമുക്ക് എന്നെ ശ്രദ്ധിക്കാൻ സമയമില്ല, എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ല. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരുപാട് സമയമുണ്ട്, നമ്മൾ പുറത്തൊന്നും പോകുന്നില്ല. അപ്പം പിന്നെ വീട്ടിലിങ്ങനെ മൂടിക്കെട്ടി ഇരിക്കുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ മാക്സിമം യൂസ്ഫുൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പലരും എൻഗേജ്ഡ് ആണെന്നറിയാം. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട്, ഞാൻ ഉപയോഗിച്ചിട്ടല്ല, നമ്മളുടെ വീട്ടിലുള്ള ചേട്ടന്മാരും ഈവൻ ചേച്ചിമാരും ഒക്കെ ഉപയോഗിക്കാറുള്ള കാര്യമാണ് ബിയർ അല്ലേ. ബിയർ ബോട്ടിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വെറുതെ കളയാറാണ് പതിവ്. ചിലരൊക്കെ ബോട്ടിൽ ആർട്സൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ബിയർ ബോട്ടിൽസിൽ നമുക്ക് ഒരു ചെടി നടാൻ പറ്റുന്ന രീതിയിൽ അതിനെ കട്ട് ചെയ്ത് എടുക്കുന്ന ഒരു വീഡിയോ നമ്മളുടെ M4 ടെക്കിൽ ജിയോ മച്ചാൻ്റെ ചാനലിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കണ്ടിട്ട്, എൻ്റെ ഹസ്ബൻഡാണ് മേജർ പാർട്ടും അതിൻ്റെ ചെയ്തിരുന്നത്. പുള്ളി അതുപോലെ തന്നെ ഒരു യന്ത്രം ഒരു മെഷീൻ ഉണ്ടാക്കിയെടുത്തു. മറ്റേ ഗ്ലാസ് കട്ടറൊക്കെ വെച്ചിട്ട് ഫുൾ മൾട്ടിവുഡിൽ സ്ക്രൂ ചെയ്ത് ഒരു മെഷീൻ പോലെ ഉണ്ടാക്കിയെടുത്തു. നമ്മൾ ആ ഗ്ലാസ് കട്ടർ വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ബിയർ ബോട്ടിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം അത് ഫുൾ ഓപ്പണായി കിട്ടുമല്ലോ. അപ്പോൾ അതിൽ നമ്മൾ മണ്ണ് നിറച്ചിട്ട് ചെടി നട്ടു വെക്കാം. ചെറിയ ചെടികളൊക്കെ പറ്റുള്ളൂ. ചെറിയ ക്രീപ്പേഴ്സ് അല്ലെങ്കിൽ ചെറിയ ഒരുപാടങ്ങ് വലിയ മരമാകാത്ത വലിയ ചെടിയാവാത്ത കുഞ്ഞു ചെടികളൊക്കെ നമുക്കതിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു ആക്ടിവിറ്റിയാണ് ഞങ്ങൾ ഈ ലോക്ക്ഡൗണിൽ ചെയ്തത്. അതുമാത്രമല്ല അതും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോയുടെ വിശേഷങ്ങളാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ യന്ത്രം. അപ്പോൾ ഇത് ഫുൾ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ്. ഈ മൾട്ടിവുഡും അതുപോലെ തന്നെ ഈ ഗ്ലാസ് കട്ടറും നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഈ മൾട്ടിവുഡ്സ് പീസസ് ആക്കി എടുത്ത് അത് ബോക്സ് രൂപത്തിൽ നമ്മൾ ഡ്രില്ല് ചെയ്ത് സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഗ്ലാസ് കട്ടറും ഇതിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്ലാസ് കട്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ബോട്ടിൽസ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മുടെ ഗ്ലാസ് ബോട്ടിലിൽ റൗണ്ട് ചെയ്ത് ഒരു സ്ക്രാച്ച് ഉണ്ടാക്കിയെടുക്കും. അതിനുശേഷം ഒരു ക്യാൻഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റ് വെച്ചിട്ട് ഈ ഗ്ലാസ് ബോട്ടിൽ നല്ലപോലെ ഈ മുറിവിൽ നല്ലപോലെ ചൂടാക്കിയെടുക്കും. ഈ സ്ക്രാച്ചുള്ള സ്ഥലത്ത് നല്ലപോലെ ചൂടാക്കിയെടുക്കും. നല്ല ചൂടായതിന് ശേഷം ഡയറക്റ്റ്ലി നമ്മൾ ടാപ്പ് ഓൺ ചെയ്തിട്ട് വെള്ളത്തിലേക്ക് പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ തണുപ്പ് ചെന്ന് കഴിയുമ്പോൾ ടക്ക് ഇങ്ങനെ പൊട്ടിപ്പോരും.
കാണുന്നത് നമ്മൾ റബ്ബർ ചിരട്ടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അലുമിനിയത്തിൻ്റെ ചെറിയ കമ്പി ഉണ്ടല്ലോ, വളഞ്ഞിരിക്കുന്ന കമ്പി, അതാണ്. അപ്പോൾ ഈ കമ്പി യൂസ് ചെയ്തിട്ടാണ് ഈ ഗ്ലാസ് ബോട്ടിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ ഇത് സെക്യൂർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സിപ്പ് ടൈ അല്ലെങ്കിൽ കേബിൾ ടൈസ് ഉണ്ടല്ലോ, 3 രൂപയ്ക്ക് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ആ കേബിൾ ടൈ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മതിലിൽ അല്ലെങ്കിൽ വോളിൽ സെക്യൂറായിട്ട് ഇത് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി and wish you all a very happy Environment Day. Thank you. Bye-bye.